നമസ്കാരം. കുറഞ്ഞ തീറ്റയിൽ കൂടുതൽ ഗുണമേന്മയുള്ള പാൽ നൽകുന്ന ഇനമാണ് ജേഴ്സി പശുക്കൾ. അതുകൊണ്ട് തന്നെ കേരളത്തിലെയും ലോകത്തിലെയും ക്ഷീരകർഷകരുടെ പ്രിയപ്പെട്ട ഇനങ്ങൾ ഒന്നുമാണ് ഇത്. ഇന്ന് നമുക്ക് ജേഴ്സി പശുക്കളുടെ പ്രത്യേകതയും ചരിത്രവും നോക്കാം. ഇംഗ്ലണ്ടിനും ഫ്രാൻസിനും മധ്യയുള്ള ഇംഗ്ലീഷ് ചാനലിലെ ജേഴ്സി ദ്വീപിലാണ് ജേഴ്സി പശുക്കളുടെ ഉദ്ഭവം. ഏകദേശം 1700-കളിൽ തന്നെ ഈ ഇനം പ്രത്യേകമായി വളർത്താൻ തുടങ്ങി. ഉയർന്ന കൊഴുപ്പും ഗുണമേന്മയുമുള്ള പാലാണ് ജേഴ്സി പശുക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത. 18-ാം നൂറ്റാണ്ടിൽ ജേഴ്സി ദ്വീപിലേക്ക് മറ്റേ ഇനം പശുക്കളെ കൊണ്ടുവരുന്നത് നിയന്ത്രിച്ചതിനാൽ ജേഴ്സി ഇനത്തിന്റെ ശുദ്ധി നിലനിർത്താൻ സാധിച്ചു. പിന്നീട് ഈ പശുക്കളെ അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഇന്ത്യയിലേക്കും ഉൾപ്പെടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും കൊണ്ടുപോയി. പൊതുവെ ജേഴ്സി പശുക്കൾക്ക് ഇളം തവിട്ട് നിറമാണ് കൂടുതലായും കാണപ്പെടുന്നത്. മറ്റു പല ഇനങ്ങളെ അപേക്ഷിച്ച് ഇവയുടെ ശരീരഭാരം കുറവാണ്. എന്നാൽ കുറഞ്ഞ തീറ്റയിൽ പോലും നല്ല പാലുൽപാദനം നടത്താൻ ഇവയ്ക്ക് കഴിയും. ഇന്ത്യയിൽ പാൽ ഉൽപാദനത്തിനായി ഏറ്റവും കൂടുതൽ വളർത്തുന്ന വിദേശ ഇനങ്ങളിൽ ഒന്നാണ് ജേഴ്സി. ചൂടുള്ള കാലാവസ്ഥയിലും ഇവ നന്നായി ഇണങ്ങുന്നു എന്നതും കൊഴുപ്പ് കൂടുതലുള്ളതിനാൽ ജേഴ്സി ഇനങ്ങളുടെ പാലിൽ നിന്ന് വെണ്ണയും നെയ്യും മികച്ച രീതിയിൽ ഉണ്ടാക്കാൻ കഴിയും എന്നതും ഇവയുടെ പ്രത്യേകതയായി കണക്കാക്കുന്നു. ഇനിയും ജേഴ്സി പശുക്കളുടെ ചില പ്രത്യേകതകൾ കൂടി പറയാം. ഉയർന്ന കൊഴുപ്പുള്ള പാലും സാധാരണയായി ഫാറ്റും SNF-ഉം എല്ലാം കൂടുതലാണ് എന്നതും ഇവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നു. കുറഞ്ഞ തീറ്റയിൽ നല്ല ഉൽപാദനവും മറ്റ് ഇനങ്ങളെ അപേക്ഷിച്ച് കുറവ് തീറ്റ മതി എന്നതും ചൂടുള്ള കാലാവസ്ഥയോട് ഇണങ്ങുന്നതും കേരളം പോലെയുള്ള സ്ഥലങ്ങളിൽ വളർത്താൻ അനുയോജ്യമാണ്. ചെറിയ ശരീരഘടനയും വലിയ ഇനങ്ങളെ അപേക്ഷിച്ച് ശാന്ത സ്വഭാവവുമായതിനാൽ ഇവരെ പൊതുവെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. നല്ല പ്രജനനശേഷിയും പ്രസവശേഷിയും വളർച്ചയും ഇവരിൽ മികച്ചതാണ്. നെയ്യും വെണ്ണയും ഉണ്ടാക്കാൻ നല്ല പാലും കൊഴുപ്പ് കൂടുതലായതിനാൽ പാൽ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കാനും അനുയോജ്യവും ആണ്. കുറഞ്ഞ തീറ്റയിൽ കൂടുതൽ ഗുണമേന്മയുള്ള പാൽ നൽകുന്ന ഇനമാണ് ജേഴ്സി പശുക്കൾ. അതുകൊണ്ട് തന്നെ കേരളത്തിലെയും ലോകത്തിലെയും കർഷകരുടെ പ്രിയപ്പെട്ട ഇനങ്ങളിൽ ഒന്നുമാണ് നമ്മുടെ സ്വന്തം ജേഴ്സി പശുക്കൾ.